ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. ടെല്ല പി എസ് സിയുടെ പ്രോജക്ട് 5am എല്ലാവർക്കും സ്വാഗതം. ഞാൻ വിപിൻ. നമ്മളിന്ന് കുറച്ച് മാത്സ് ചോദ്യങ്ങൾ രാവിലെ അങ്ങ് ചെയ്ത് സെറ്റാക്കാം എന്ന് വിചാരിക്കുന്നു. അപ്പൊ ആ ചോദ്യങ്ങൾ കൃത്യമായി ക്രമത്തിൽ പഠിക്കാനായിട്ട് ജസ്റ്റ് വീഡിയോ കേൾക്കല് മാത്രമായിട്ട് ചെയ്യരുത്. ഒപ്പം ഇതൊന്ന് എഴുതി ചെയ്യാൻ കൂടി ശ്രമിക്കുക. നമുക്കിപ്പോൾ ഒരു GK ക്ലാസ് ഒക്കെ ആകുമ്പോൾ പ്രശ്നമില്ല. മാത്സ് ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഒന്ന് എഴുതി ചെയ്യുന്നത് നല്ലതായിരിക്കും. ഫ്രഷ് ആയിട്ട് തന്നെ രാവിലെ ഒരു 10 ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഒരു 15 ചോദ്യങ്ങൾ ഒന്ന് സെറ്റാക്കി വെക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു സന്തോഷം നമുക്ക് എന്തായാലും ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് എല്ലാവരും കൃത്യമായി ഒരു ബുക്കും പേനയായിട്ട് തന്നെ ക്ലാസ്സിൽ പങ്കെടുക്കാൻ ശ്രമിക്കുക. മാത്സിന്റെ ചില സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. എന്ന് വെച്ചാൽ ഏറ്റവും റീസെന്റ് ആയിട്ടാണ് ഇപ്പൊ 2025, 26. ഇപ്പൊ 26 ജസ്റ്റ് എക്സാംസ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഈ ഒരു സമയത്ത് നടന്ന ചില പരീക്ഷകളിലെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ. അതായത് നമ്മൾ എപ്പോഴും പറയാറില്ലേ, സെക്കൻഡ് കൊണ്ട് ഉത്തരം എഴുതുക എന്നൊക്കെ പറയും. പലർക്കും ഈ സെക്കൻഡ് കൊണ്ട് എന്ന് കേൾക്കുമ്പോൾ ഒരു സന്തോഷം മാത്രമേ ഉള്ളൂ. ചെയ്തു വരുമ്പോൾ അത് ആ സെക്കൻഡുകൾ മിനിറ്റിലേക്കും മിനിറ്റുകൾ മണിക്കൂറിലേക്കും ഒക്കെ പോകാറുണ്ട്. എന്നാൽ അത്തരത്തിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട്, ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് സോൾവ് ചെയ്തെടുക്കാൻ പറ്റുന്ന കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷനിൽ പരിചയപ്പെടുന്നത്. എല്ലാവർക്കും സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾ കണ്ടിട്ടില്ലാത്തതായിട്ട് ഒന്നും ഞാനിവിടെ പറയുന്നില്ല. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ 30 സെക്കൻഡിൽ പരമാവധി മാക്സിമം 30 സെക്കൻഡേ പോവുള്ളൂ. അതിനുള്ളിൽ എന്ത് ചെയ്യും, നമ്മൾ ഇതിന്റെ ഉത്തരം കണ്ടുപിടിക്കും. ഓക്കെ, അപ്പൊ ചോദ്യങ്ങളിലേക്ക് പോവാണ്. ആദ്യത്തെ ചോദ്യം ഇങ്ങനെയാണ്. 110 മാമ്പഴങ്ങൾ വിൽക്കുന്നതിലൂടെ 120 മാമ്പഴങ്ങളുടെ വില ലഭിക്കുകയാണെങ്കിൽ ലാഭശതമാനം എത്ര? ചോദ്യം കാണുമ്പോൾ ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സംഭവം ഇത്രേ ഉള്ളൂ, 110 മാമ്പഴങ്ങൾ വിറ്റു, എന്നാൽ അതേ വിലയ്ക്ക് 120 മാമ്പഴങ്ങൾ വാങ്ങി എന്നുള്ളതാണ്. ഇവിടെ വാങ്ങിയ വില എന്ന് പറഞ്ഞിട്ടില്ല, മാമ്പഴങ്ങളുടെ വില എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അല്ലെ? ഈ മാമ്പഴങ്ങളുടെ വില എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? വാങ്ങിയ വിലയെ കുറിച്ചാണ്. ഇതാണെങ്കിലോ വിറ്റ വിലയെ കുറിച്ചാണ്. അപ്പൊ ഈ വിറ്റ വിലയും വാങ്ങിയ വിലയാണ് ഓർക്കുക. അപ്പൊ 110 മാമ്പഴങ്ങൾ വിറ്റു, 120 മാമ്പഴങ്ങൾ ആ വിലയ്ക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? വാങ്ങിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ലാഭശതമാനം എന്ത്? സിമ്പിൾ. നമ്മൾ ഇതിന്റെ സൊല്യൂഷനിലേക്ക് പോവാണ്. പരമാവധി 30 സെക്കൻഡ്. ചെയ്യേണ്ട കാര്യം എത്ര ഉള്ളൂ, ഇവിടെ എത്ര എണ്ണം ഉണ്ട് എന്ന് നോക്കാം. വിറ്റതും വാങ്ങിയതും, അല്ലെ? വിറ്റതും വാങ്ങിയതും. വിറ്റത് 110 ആണോ? ആണ്. വാങ്ങിയത് 120 ആണോ? ആണ്. അപ്പൊ അവിടെ എത്ര എണ്ണം മിച്ചമുണ്ട്? 10 എണ്ണം മിച്ചമുണ്ട്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് 120 നിന്ന് 110 കുറയ്ക്കുക. അപ്പൊ നമ്മൾ ചെയ്യുന്നു 10 എന്നുള്ളത്. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നു ആരെയാണ്? 10 എന്ന് പറയുന്ന നമ്പറും 120 എന്ന് പറയുന്ന നമ്പറും. ഏത് 10? 110. 110ഉം 120 ഡിഫറൻസ് ആണ് ഞാൻ ഈ പറഞ്ഞ 10, അല്ലെ? അപ്പൊ ഏത് നമ്പർ നമ്മൾ എടുക്കുന്നു? 10 എന്ന് പറയുന്ന നമ്പർ നമ്മൾ എടുക്കുന്നു. ഓക്കെ, ഈ 10 എന്ന് പറയുന്ന നമ്പറിനെ നമ്മൾ എന്താ ചെയ്യുന്നത് അറിയോ? വിറ്റ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എപ്പോഴും ശ്രദ്ധിക്കുക, ഈ രീതിയിൽ വിറ്റ എണ്ണം വാങ്ങിയ എണ്ണം തന്നിട്ട് ലാഭശതമാനമോ നഷ്ടശതമാനമോ ചോദിച്ചാൽ സിമ്പിളായി ചെയ്യുക. എണ്ണങ്ങളുടെ വ്യത്യാസം എടുത്തെഴുതുക, വിറ്റ എണ്ണം ഇതിന്റെ താഴേക്ക് എഴുതുക. വിറ്റ എണ്ണം 110 ആണല്ലോ. ഓക്കെ, ഇനി ഇതിന്റെ ശതമാനം, ലാഭശതമാനം കണ്ടുപിടിക്കാൻ ഇതിനെ എന്ത് ചെയ്യുക? ഒരു 100 കൊണ്ട് ഗുണിക്കുക. എപ്പോഴും 100 കൊണ്ട് ഗുണിക്കുന്നത് എന്തിനാണെന്നറിയാലോ? എന്തിനാ? ശതമാനം കണക്കാക്കാനാണ്. അപ്പൊ സിമ്പിൾ പരിപാടിയാണ്. ഈ 0 വെട്ടിപ്പോയി. ശരിക്കും പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? 100/11 മതി. 100ൽ എത്ര 11 ഉണ്ട്? 100ല് 9 എണ്ണം ഉണ്ട്. അപ്പൊ 99 ആയില്ലേ? ബാക്കി ഒരു 1 ഉണ്ട്. 1/11. കണ്ടോ? ഇതാണ് നമ്മുടെ ഉത്തരം. സിമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം കണ്ടിട്ട് പേടിച്ചു പോരുത്. പിന്നെ ചിലപ്പം ഇങ്ങനെ നമ്പേഴ്സ് തന്നിട്ടേ നമ്മളോട് ഈ കച്ചവടം ലാഭമാണോ നഷ്ടമാണോ എന്ന് ചോദിക്കാറുണ്ട് കേട്ടാ. ആ ചോദ്യത്തിനോടൊപ്പം തന്നെ വരും, ലാഭമാണോ നഷ്ടമാണോ എത്ര ശതമാനം. അങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കുക, വാങ്ങിയ എണ്ണം കൂടുതലും വിറ്റ എണ്ണം കുറവുമാണെങ്കിൽ കച്ചവടം എന്താണ്? ലാഭമാണ്. ഇവിടെ എന്താണ്? വാങ്ങിയ എണ്ണം 120, വിറ്റ എണ്ണം 110. അപ്പം കച്ചവടം ലാഭമാണ്, മിച്ചമുണ്ട്. എന്നാ നേരെ തിരിച്ച് വാങ്ങിയ എണ്ണത്തെക്കാൾ കൂടുതൽ വിൽക്കുന്ന അവസ്ഥകൾ ഉണ്ടാവും കേട്ടോ. അങ്ങനെ ചോദ്യങ്ങളിൽ വരുമ്പോൾ അത് നഷ്ടമാണെന്നും കൂടെ മനസ്സിലാക്കുക. അപ്പൊ ഈ ചോദ്യം ചെയ്ത് എന്താന്ന് കൃത്യമായിട്ട് നോക്കിക്കോ. എന്താണ്? 110 മാമ്പഴങ്ങൾ വിൽക്കുന്നതിലൂടെ 120 മാമ്പഴങ്ങളുടെ വില ലഭിക്കുകയാണെങ്കിൽ ലാഭശതമാനം അഥവാ പ്രോഫിറ്റ് പെർസെൻറ്റേജ്. അപ്പൊ പ്രോഫിറ്റ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് ഇവരുടെ ഡിഫറൻസ് എടുക്കുക. 120, 110, ഡിഫറൻസ് 10. ഓക്കെ, ഇനി ചെയ്യേണ്ടത് ഇവിടെ ഒരു 110 ഉണ്ട്. ഈ 110 നമ്മൾ അവിടെ എഴുതുന്നു, ഇൻറ്റു 100 കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടുന്നത് 100/11 എന്നാണ്. 100ൽ എത്ര 11 ഉണ്ടാ? 100ല് 9 എണ്ണം. അപ്പൊ 9 1/11. കണ്ടോ? ഒരു സിമ്പിൾ ചോദ്യമാണേ.
ഈ ചോദ്യം വായിച്ചിട്ട് നമുക്ക് പരിചയമില്ലാത്തത് കാരണം നമുക്ക് കുറെ സമയം നഷ്ടപ്പെട്ടെന്നിരിക്കാം. പക്ഷെ ഓപ്പറേഷൻ ആക്ച്വലി ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ഈ ടൈപ്പ് എല്ലാ ചോദ്യങ്ങളും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യാനായിട്ട് പറ്റും. മറ്റൊരു ചോദ്യം, 3ന്റെ ആദ്യത്തെ 5 ഗുണിതങ്ങളുടെ ശരാശരി. ഇപ്പൊ 3ന്റെ 7ന്റെ 10ന്റെ 20ന്റെ അങ്ങനെ ആരുടെയാണോ ആദ്യത്തെ 5 ഗുണിതങ്ങളുടെ എന്നോ ആദ്യത്തെ 10 ഗുണിതങ്ങളുടെ എന്നോ എങ്ങനെ ചോദിച്ചാലും നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യത്തെ 3ന്റെ ആദ്യത്തെ ഗുണിതാരാ 3. പിന്നെ ഉള്ളത് 5 അല്ലേ, അഞ്ചാമത്തെ ഗുണിതം. ഇപ്പൊ 3ന്റെ അഞ്ചാമത്തെ ഗുണിതാരാ നോക്കാം. 3ന്റെ അഞ്ചാമത്തെ ഗുണിതാരാ 15. അപ്പൊ 15 നമ്മൾ ഇവിടെ എഴുതുക. ഓക്കെ അല്ലേ? അപ്പൊ 3ഉം 15ഉം കൂടെ കൂട്ടുക, ജസ്റ്റ് ഒന്ന് പകുതി എടുക്കുക, ഇത്രേ ഉള്ളൂ. ഇപ്പൊ 3ഉം 15ഉം കൂടെ ചേരുമ്പോ 18 എന്ന് കിട്ടൂലേ? 18ന്റെ പകുതി എടുത്തെഴുതുക. 18ന്റെ പകുതി 9 അല്ലേ? തീരുമാനമായി. ഇതാണ് നമ്മുടെ ഉത്തരം. ഈ ചോദ്യം കണ്ടിട്ട് പേടിച്ചു പോകരുത്. അപ്പൊ ആരുടെ ഗുണിതമാണോ ചോദിക്കുന്നത് അതിൽ ആദ്യത്തെ 5 ഗുണിതങ്ങളെന്നോ 10 ഗുണിതങ്ങളെന്നോ 11 ഗുണിതങ്ങളോ എന്തോ ആയിക്കോട്ടെ, ആദ്യത്തെ നമ്പർ എഴുതുക, അവസാനത്തെ നമ്പർ എഴുതുക, ഇവരെ കൂട്ടിയ ശേഷം എന്ത് ചെയ്യുക, പകുതി എടുക്കുക. ഇത്രേ ഉള്ളൂ. ഓക്കെ. അപ്പൊ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ഏത് വന്നാലും ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കാൻ ശ്രമിക്കുക. ആദ്യത്തെ നമ്പർ, അവസാനത്തെ നമ്പർ. ഇവിടെ 10 ഗുണിതങ്ങളാണെന്ന് വിചാരിക്കുക. സപ്പോസ് 3ന്റെ ആദ്യത്തെ 5 എന്നുള്ളതിന് പകരം 10 ഗുണിതങ്ങൾ എന്നാണെന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? വേറെ ഒന്നുമില്ല, ആദ്യത്തെ ഗുണിതമായ 3 എഴുതുക അല്ലെ. 10ാമത്തെ ഗുണിതമായ 31 എന്ന് എഴുതുവോ? 30 എന്ന് എഴുതുക. ശരിയല്ലേ? എന്നിട്ട് ഇവരുടെ പകുതി എടുക്കുക. അപ്പൊ 33ന്റെ പകുതി കിട്ടൂലേ? 33ന്റെ നേരെ പകുതി, 32ന്റെ പകുതി 16 അപ്പൊ 33ന്റെ പകുതിയോ 16.5 എന്ന് പറയാം അല്ലെ. ഓക്കെ അല്ലേ? 16.5 എന്നോ 16.5 എന്നോ എഴുതാം. ഏതെഴുതിയാലും ശരിയാണ്. അടുത്തൊരു ചോദ്യം കണ്ടോ, 3:24, 5:- അല്ലെ. ഇത് കാണുമ്പോൾ നമുക്കൊരു അംശബന്ധം അനുപാതമാണെന്ന് തോന്നും അല്ലേ? പക്ഷെ ഇതിങ്ങനെയല്ല. ഇത് ശരിക്കും മെന്റൽ എബിലിറ്റി പാർട്ടിലെ സമാന ബന്ധങ്ങൾ എന്ന് പറഞ്ഞൊരു ടോപ്പിക് ഉണ്ട് നമ്മുടെ സിലബസിനകത്ത്, കണ്ടിട്ടുണ്ടാവും. സമാന ബന്ധങ്ങൾ അല്ലെ. ഈ സമാന ബന്ധങ്ങൾ അഥവാ അനലോഗി എന്ന് പറയുന്ന ടോപ്പിക്കാണിത് അല്ലെ. അതായത് 2 സംഖ്യകൾ തമ്മിലുള്ള റിലേഷൻ മറ്റ് 2 സംഖ്യകളിലേക്ക് കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. അപ്പൊ ആ ഒരു ബന്ധത്തെ നമുക്ക് എങ്ങനെ കറക്റ്റ് ആയിട്ട് എടുക്കാം? ഇപ്പൊ നോക്കുമ്പോൾ 3ഉം 24ഉം തമ്മിലൊരു ബന്ധമുണ്ട്. അപ്പൊ നമ്മൾ അംശബന്ധം നോക്കുകയാണെങ്കിൽ 3, 24 തമ്മിലുള്ള ബന്ധം എന്താ? ഇതിന്റെ ഒരു 8 മടങ്ങാണ് അല്ലെ. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ 5ന്റെ 8 മടങ്ങ് എടുത്ത് ഇവിടെ 40 എന്ന് എഴുതി കൂടെ എന്ന് നമ്മൾ ആലോചിക്കും. പക്ഷേ 40 എന്ന് എഴുതിയാൽ ഇതിന്റെ ഉത്തരം കിട്ടോ? ഇവിടെ 40 എന്ന് എഴുതിയാൽ ഒരിക്കലും ഉത്തരം കിട്ടാൻ പോണില്ല. പിടികിട്ടിയാ? എന്താണ് കാര്യം? ഓപ്ഷനകത്ത് 40 ഇല്ല. അപ്പൊ വേറെന്തോ ഒരു ബന്ധമുണ്ട്. 40 എന്നുള്ളതല്ല നമ്മുടെ ഉത്തരം. വേറെ എന്തെങ്കിലും ഒരു കണക്ഷൻ എടുക്കാൻ പറ്റുന്നുണ്ടോ 3നെ 24ലേക്ക് കൊണ്ടുപോകാനായിട്ട്? നോക്കാം. സംഭവം ഇത്രേ ഉള്ളൂ. 3ന് ഒരു ക്യൂബ് ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ 3ന്റെ ക്യൂബ്. 3ന്റെ ക്യൂബ് 27 അല്ലേ? ആണ്. ഓക്കെ അല്ലേ? ഈ 27ൽ നിന്ന് നമ്മൾ ഒരു 3 മൈനസ് ചെയ്താലോ? 27ൽ നിന്ന് 3 മൈനസ് ചെയ്താൽ 24 കിട്ടിയില്ലേ? അപ്പൊ ആ കണക്ഷൻ കറക്റ്റ് ആയോ നോക്കിയേ. ആണ്. എന്നാൽ 5ന് അതേപോലത്തെ ഒരു കണക്ഷൻ എടുക്കാൻ പറ്റുമോ നോക്കിയേ. 5ന്റെ ക്യൂബ് എടുക്കുക അല്ലെ. 5ന്റെ ക്യൂബ് എന്ന് പറയുന്നത് 125 ഇതിൽ നിന്ന് ആരെ മൈനസ് ചെയ്യാ? 5നെ തന്നെ മൈനസ് ചെയ്യാ. അപ്പൊ നമുക്ക് കിട്ടുന്ന 120 അല്ലേ. സോ നമ്മുടെ ഉത്തരം 120. കണ്ടോ? അടിപൊളി ചോദ്യമാണ്. ഇതിന്റെ കണക്ഷൻ ഒന്ന് കൃത്യമായിട്ട് നോക്കിക്കോണേ. ഓക്കെ. അപ്പൊ ചെയ്യുമ്പോൾ ഭയങ്കര സിമ്പിൾ ആണ്. ആ ഒരു കണക്ഷൻ കൃത്യമായിട്ട് നമുക്ക് കിട്ടണം. അപ്പൊ നമ്മൾ ഈ പല രീതിയിൽ ചിന്തിച്ചെടുക്കുക എന്നുള്ള. അംശബന്ധമാണെങ്കിൽ ഒരു പ്രശ്നമില്ല, മൾട്ടിപ്പിൾ മാത്രം നോക്കിയാൽ മതി. ഇവിടെ അത് പോരാ, ശ്രദ്ധിക്കണേ. അപ്പൊ 3 24ലേക്ക് പോയത് എങ്ങനെയാന്ന് ചോദിച്ചാൽ 3ന്റെ ക്യൂബ്, 3ന്റെ ക്യൂബിൽ നിന്ന് ആരെ ഒഴിവാക്കിയതാ? 3നെ ഒഴിവാക്കിയതാ. ശരിയല്ലേ? അങ്ങനെ നമ്മൾ 24ലേക്ക് എത്തിച്ചേർന്നു. എന്നാൽ 5 എങ്ങനെയാണ് നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ 5ന്റെ ക്യൂബ് എടുക്കുക, ഇതിൽ നിന്ന് 5നെ ഒഴിവാക്കുക. 5ന്റെ ക്യൂബ് 125 അതിൽ നിന്ന് 5 പോയാൽ 120 എന്ന് കിട്ടൂലേ? കിട്ടി. ഈ 120 നമ്മുടെ ഉത്തരം. സിമ്പിൾ. കിട്ടിയിട്ടുണ്ടോ? ചെയ്യാൻ പറ്റിയായിരുന്നോ? ഓക്കെ. അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാം. നൂറ്റാണ്ടിന്റെ അവസാനത്തെ ദിവസം ഡാഷ് ആകാൻ പാടില്ല. ഇത് ശരിക്കും നമ്മുടെ മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റിയിൽ വന്ന ചോദ്യമാണ്. പക്ഷേ ഇതിനകത്ത് കണക്കൊന്നും ചെയ്യാനില്ല അല്ലെ. മെന്റൽ എബിലിറ്റി പാർട്ടിൽ കലണ്ടർ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നുള്ള ചോദ്യമാണ്. അപ്പൊ ഇത് നമുക്ക് അധിക സമയം വേണ്ട കേട്ടോ. ആകപ്പാടെ നമുക്കൊരു 2 സെക്കൻഡ് കൊണ്ട് ഉത്തരം എഴുതാവുന്ന ഒരു ചോദ്യമാണ്. പക്ഷെ അതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം. നൂറ്റാണ്ട് എന്താണെന്ന് അറിയണം. നൂറ്റാണ്ടെന്ന് വെച്ചാൽ എന്താ?
100 വർഷങ്ങൾ ചേരുന്നതിനെയാണ് നമ്മൾ നൂറ്റാണ്ടെന്ന് പറയാ, അല്ലെ? അപ്പൊ നൂറ്റാണ്ടിന്റെ അവസാനത്തെ ദിവസം ആകാൻ കഴിയാത്തത് ഏതൊക്കെ ദിവസം എന്ന് ചോദിച്ചാൽ ഇങ്ങനെ പഠിച്ചു വെക്കണേ എല്ലാവരും. ട്യൂസ്ഡേ, ഓക്കെ, അതുപോലെ തേഴ്സ്ഡേ, ഓക്കെ, അതുപോലെ സാറ്റർഡേ. ഇങ്ങനെ 3 ദിവസങ്ങളെ ഗ്രൂപ്പാക്കി പഠിച്ചു വെച്ചോ. ഈ 3 ദിവസങ്ങൾ ഒരിക്കലും നൂറ്റാണ്ടിന്റെ അവസാനം വരാറില്ല. ഒരു നൂറ്റാണ്ടിന്റെ അവസാനത്തെ ദിവസമായി ആര് വരില്ല? ഈ പറഞ്ഞ ആൾക്കാരും വരാൻ പോണില്ല. അങ്ങനെ വരുന്ന ആൾക്കാർ ആരൊക്കെയെന്ന് ചോദിച്ചാൽ ഇവരൊഴികെയുള്ള ബാക്കിയുള്ളവർ. ആര് വരാം? ഞായർ വരാം, തിങ്കൾ വരാം, ബുധൻ വരാം, വെള്ളി വരാം. ആ 4 പേര് വരാം. ഓക്കെ, അപ്പൊ നോക്കുമ്പോ ഇതിനകത്ത് തിങ്കളുണ്ട്, ബുധനുണ്ട്, വെള്ളിയുണ്ട്, ചൊവ്വാഴ്ച കണ്ടോ ഇവൻ വരില്ല. മനസ്സിലായോ? അപ്പൊ ഇത് കാണാതെ അടിച്ചു വെച്ചിരുന്നാൽ ഈ ഒരു ചോദ്യത്തിന് സിമ്പിൾ ആയിട്ട് ഉത്തരം പറയാം. നമുക്കിപ്പോ 2026 നടന്ന ഒരു എക്സാമിൽ നിന്ന് കിട്ടിയ ക്വസ്റ്റ്യൻ ആണ്, പ്രത്യേകം നോട്ട് ചെയ്തോ. ഓക്കെ അല്ലേ? അപ്പൊ ഇങ്ങനത്തെ ചില കണക്ഷൻസും കൂടി അതിനകത്ത് വരുന്നുണ്ട്. അടുത്ത ചോദ്യം, ഒരു ക്ലോക്ക് 11:25 എന്ന് കാണിക്കുന്നു എങ്കിൽ അതിന്റെ കണ്ണാടി പ്രതിബിംബം എന്തായിരിക്കും? മിറർ ഇമേജ് എന്ന് നമ്മൾ പറയും, അല്ലെ? തന്നിരിക്കുന്ന സമയം 11:25 അല്ലെ? 11:25 അതായത് 11 മണിക്കും 1 മണിക്കും ഇടയിലുള്ള ഒരു സമയമാണ് എങ്കിൽ എന്ത് ചെയ്യണമെന്നറിയോ? 11 പകരം മിറർ ഇമേജ് എഴുതുമ്പോൾ നിങ്ങൾ 12 എന്ന് എഴുതുക. ഓക്കെ, 25ന്റെ പകരം എഴുതേണ്ട നമ്പർ എങ്ങനെ എഴുതും എന്ന് ചോദിച്ചാൽ ഇതിനെ 60 എന്ന് കുറച്ചെഴുതുക. 60 - 25 എത്ര കിട്ടും? 35. സോ നമ്മുടെ ഉത്തരം 12:35 എന്നാണ് മാർക്ക് ചെയ്ത് വെച്ചോ. ഓക്കെ, ഇപ്പൊ സമയം ഇവിടെ തന്നിരിക്കുന്ന 11 മണിയാണെങ്കിൽ മിറർ ഇമേജിൽ അത് 12 മാറും, ഓർത്തോ. തന്നിരിക്കുന്ന സമയം 12 ആണെങ്കിൽ മിറർ ഇമേജിൽ അത് 11 മാറും. പ്രത്യേകം ശ്രദ്ധിച്ചോണേ, എല്ലാവരും ഒന്ന് എഴുതി വെച്ചോണേ. അപ്പൊ 11:25 നമുക്ക് തന്നിരിക്കുന്ന സമയം. ഇതിൽ നിന്ന് അതിന്റെ മിറർ ഇമേജിലേക്ക് പോകാം, അല്ലെങ്കിൽ മിറർ ഇമേജിൽ നിന്ന് യഥാർത്ഥ സമയത്തിലേക്ക് പോവാം. എങ്ങനെ തന്നാലും പ്രശ്നമില്ല. തന്നിരിക്കുന്ന സമയം 11:25. അപ്പൊ നമ്മൾ ചെയ്ത കാര്യം 11 കണ്ടപ്പോ തന്നെ നമ്മൾ 12 എന്ന് എഴുതി. കുഴപ്പമുണ്ടോ? ഇല്ല. ഇനി 25 എന്ന് പറയുന്ന നമ്പർ എവിടെ നിന്ന് കുറച്ചു? 60. 60 നിന്ന് 25 പോയപ്പോ ബാക്കി വന്നിരിക്കുന്ന ആരാ? 35. ഇതിനെയാണ് നമ്മൾ 12:35, 12:35 എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അടുത്തൊരെണ്ണേ, ശ്രേണിയിലെ തെറ്റായ സംഖ്യ കണ്ടുപിടിക്കാം. 3, 8, 15, 24, 34, 48, 63 അല്ലെ? അപ്പൊ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം, നമ്മൾ ഈ ശ്രേണിയിലെ എന്ന വേർഡ് ശ്രദ്ധിക്കാറില്ല. നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? ഇത് കാണുമ്പോൾ തന്നെ ഈ കൂട്ടത്തിൽ തെറ്റായതാര്? ഒറ്റയുണ്ടോ, ഇരട്ടയുണ്ടോ, അല്ലെ, പ്രൈം നമ്പർ ഉണ്ടോ, അങ്ങനെയൊക്കെ നമ്മൾ നോക്കാറുണ്ട്. എന്നാൽ ശ്രേണി എന്ന് കൃത്യമായി തന്നിട്ടുണ്ട്. അപ്പൊ അവർക്ക് പരസ്പരം ഒരു ബന്ധമുണ്ട്. അപ്പൊ ആ ബന്ധത്തിൽ ചേരാത്ത ആളിനെ കണ്ടെത്തുക. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന സംഖ്യകൾ ആരൊക്കെ? ആദ്യത്തെ ആള് 3 ആണ്, അടുത്തയാള് 8 ആണ്, അടുത്തയാള് 15 ആണ്, അല്ലെ? അടുത്തയാള് 24 ആണ്, അടുത്ത നമ്പർ 34 എന്നാണ്, അല്ലെ? അടുത്ത നമ്പർ 48 എന്നും അടുത്തയാള് 63 എന്നാണ്. പിന്നെ കണക്ഷൻസ് നോക്കാം, അല്ലെ? നോക്കാം. 3-ൽ നിന്ന് 8-ലേക്ക് പോയി, എത്ര കൂടി? 5 കൂടിയിട്ടുണ്ട്, അല്ലെ? 8 15-ലേക്ക് പോയിട്ടുണ്ട്, എന്ത് ചെയ്തിട്ടുണ്ട്? 7 കൂടിയിട്ടുണ്ട്. ഓക്കെ, 15 24-ലേക്ക് പോയിട്ടുണ്ട്, എന്ത് ചെയ്തു? 9 കൂടിയിട്ടുണ്ട്. 24 34-ലേക്ക് പോയിട്ടുണ്ട്, എന്ത് ചെയ്തു? 10 കൂടിയിട്ടുണ്ട്. ഓക്കെ, 48-ലേക്ക് 34 പോയിട്ടുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്തു? 14 കൂടിയിട്ടുണ്ട്. എന്നാൽ 48-ൽ നിന്ന് 65-ലേക്ക് പോയപ്പോൾ അവിടെ എന്ത് ചെയ്തു? 15 കൂടിയിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്ക് എന്ത് മനസ്സിലായി? ഇവിടെ 5, 7, 9 കറക്റ്റ് ഫ്ലോ ആണ്. എന്ന് വെച്ചാൽ 5 മുതൽ മുകളിലേക്കുള്ള ഒറ്റ സംഖ്യകൾ കൂട്ടി കൂട്ടി പോവാണ്. ഇവിടെ എത്തിയപ്പോഴും ആ ഫ്ലോ തിരിച്ചു കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ 2 സ്ഥലത്ത് ആ ഒരു ഫ്ലോ തെറ്റിപ്പോയിട്ടുണ്ട്. കൃത്യമായി ശ്രദ്ധിച്ചോണേ. ശരിക്കും പറഞ്ഞാൽ 9 കഴിഞ്ഞ് ഇവിടെ വരുമ്പോൾ അത് എത്ര ആവണം? 11 ആവണം. പക്ഷെ ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ വരി തെറ്റിച്ചവൻ ആര് എന്ന് ചോദിച്ചാൽ 34. 34-ന് പകരം ഇവിടെ 35 ആയിരുന്നു എങ്കിൽ കറക്റ്റ് ആയേനെ. 35 വന്നു കഴിഞ്ഞാൽ തൊട്ടടുത്ത് 48-ലേക്ക് പോകുമ്പോൾ അവിടെ 13 കൂട്ടിയാൽ മതിയല്ലോ. മനസ്സിലായോ? അടുത്ത സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ 15 കൂട്ടിയാൽ മതിയല്ലോ. അപ്പൊ കൃത്യമായി അവിടെ കൂട്ടേണ്ടി ഇരുന്നത് 11 10 കൂട്ടിയുള്ളൂ. സോ നമ്മൾ ആരെ എടുത്ത മക്കളെ? 34 കൂട്ടത്തിലെ തെറ്റ്, അല്ലേ? ഒറ്റൊരുത്തന് പ്രശ്നമുണ്ടായപ്പോ തന്നെ മുഴുവൻ സീരീസും തെറ്റി, അല്ലെ?
ഇത് കറക്റ്റ് ആയിരുന്നു, ഇത് കറക്റ്റ് ആയിരുന്നു, ഇത് കറക്റ്റ് ആയിരുന്നു. ഇവിടെ എത്തിയപ്പം ഇത് തെറ്റി എന്ന് വെച്ചാൽ നമ്മുടെ തെറ്റായ നമ്പർ 34. സിമ്പിൾ അല്ലേ? പിന്നെ മാത്സ് ചോദ്യങ്ങളും മെന്റൽ എബിലിറ്റി ചോദ്യങ്ങളും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. OX എന്നത് 39. അങ്ങനെയാണെങ്കിൽ ലയൺ എന്നതിന്റെ കോഡ് നമ്പർ എന്തായിരിക്കും? ഇപ്പൊ ഓക്സ് നമുക്കറിയാമെങ്കിൽ ലൈനിലേക്ക് പൊക്കൂടെ, അല്ലെ? അപ്പൊ OX തന്നിട്ടുണ്ട്, ഓക്സ് അല്ലെ. ഇപ്പൊ ഈ ഓക്സിലേക്ക് പോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഓയും എക്സും വേണം, അല്ലെ? അപ്പൊ നമുക്ക് അത്യാവശ്യം നമ്പേഴ്സ് അറിഞ്ഞിരിക്കണം. ലെറ്റേഴ്സിന്റെ O എന്ന് പറയുന്ന ലെറ്റർ എത്രാമത്തെ ലെറ്റർ ആണ്? 15 ആണ്, ശരിയല്ലേ? എക്സ് എന്ന് പറയുന്ന ലെറ്റർ എത്രാമത്തെ ലെറ്റർ ആണ്? 24. ഇവരെ കൂട്ടുമ്പോ കൃത്യമായി 39 വരുന്നുണ്ട്. അതുകൊണ്ട് 39 ഫിക്സ്. ഇനി ലയണിലേക്കാണ് പോവുകയാണ്. LION. അപ്പൊ L എന്ന് പറയുന്നത് ആരാണ്? 12 ആണ്. ഓക്കെ ആണേ. അങ്ങനെയാണെങ്കിൽ I എന്ന് പറയുന്നത് 9ാമത്തെയാണ്. O ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട്, അത് 15ാമത്തെ ആളാണ്. N എന്ന് പറയുന്നത് 14ാമത്തെ ആളാണ്. കണ്ടോ? ഇവരെ കൂട്ടി എഴുതിയാൽ മതി. അപ്പൊ 12ഉം 9ഉം എത്രയായി? 21. 21ഉം 15ഉം 36. 36ഉം 14ഉം 36നോട് 14 കൂട്ടാമോ? ഓക്കെ ആണോ? 50 എന്ന് കിട്ടുന്നുണ്ടോ? 50 എന്ന് പറഞ്ഞൊരു നമ്പർ നമ്മുടെ കയ്യിലുണ്ടോ? ഉണ്ട്. പിടികിട്ടിയ ഓക്കെ ആണ്. അപ്പൊ നമ്മൾ ലൈനിലേക്ക് പോയത് ഇത്രേ ഉള്ളൂ. ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ലെറ്റേഴ്സിന്റെ മാത്രം സം എടുത്താൽ മതിയായിരുന്നു. അപ്പൊ ഇത്തരം ചോദ്യങ്ങൾക്ക് സമയം വേണ്ട, പക്ഷെ ലെറ്റേഴ്സിന്റെ നമ്പർ കൃത്യമായിട്ട് അറിയണം. അപ്പൊ ലെറ്റേഴ്സിന്റെ നമ്പർ ഒരുപാട് പേര് ചെയ്യുന്ന ചില അബദ്ധങ്ങളാണ്. ചില ലെറ്റേഴ്സിന്റെ നമ്പർ അങ്ങ് പഠിച്ചു നോക്കും, എന്നിട്ട് അതിന്റെ പരിസര പ്രദേശത്തുള്ളതൊക്കെ അതിൽ നിന്ന് കണക്ട് ചെയ്തെടുക്കും. അപ്പം പരീക്ഷാ ഹാളിൽ ഇത് തെറ്റാൻ പോകുന്നു. അപ്പൊ ഞാൻ നിങ്ങളോട് പറയുന്നു, ഒന്നുകിൽ നിങ്ങൾ എല്ലാ ലെറ്റേഴ്സും കാണാതെ പഠിച്ചു നോക്കുക, അല്ലെങ്കിൽ ഒന്നും കാണാതെ പഠിക്കരുത്. പരീക്ഷാ ഹാളിൽ ചെല്ലുക, ഈ ലെറ്റേഴ്സിനെ ഒരു ക്രമത്തിൽ എഴുതിയിടുക. എങ്ങനെ ക്രമത്തിൽ എഴുതിയിടും? A മുതൽ ABCD എന്ന ക്രമത്തിൽ M വരെ ഒരു വരിയിൽ എഴുതുക. അത് കഴിഞ്ഞ് N തുടങ്ങി തൊട്ടടുത്ത വരിയിൽ, അല്ലേ, N കഴിഞ്ഞിട്ട് OPQ എന്നുള്ള രീതിയിൽ എവിടെ വരെ? Z വരെ റിവേഴ്സ് എഴുതുക. അപ്പൊ ഇവിടെ നിന്ന് അങ്ങോട്ട് 1 2 3 ഏത് വരെ? 13 വരെയും, തിരിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് 14 15 16 എന്നുള്ള രീതിയിൽ 26 വരെയും എഴുതിയിട്ടാ നിങ്ങൾക്ക് ഒരു ഉപകാരമായിരിക്കും. ഇതിനധികം സമയം വേണ്ടല്ലോ, നമുക്ക് 1 മിനിറ്റിൽ താഴെ മതി 26 അക്ഷരങ്ങളോ അതിന്റെ നമ്പേഴ്സും എഴുതിപ്പോവാൻ, അല്ലെ? അത് എഴുതിയിട്ടാൽ നമുക്ക് കോഡിംഗ് ആൻഡ് ഡീകോഡിംഗിൽ ഉപയോഗിക്കാം. ചിലപ്പോൾ ഈ ലെറ്റർ സീരീസിന്റെ ചോദ്യങ്ങൾ വരും, അവിടെ ഉപയോഗിക്കാം. അങ്ങനെയുള്ള സ്ഥലത്ത് അനലോഗി ചോദ്യങ്ങളിൽ ചിലപ്പോൾ ആവശ്യം വരും കേട്ടാ. അപ്പൊ അത് ഉപയോഗിച്ചാൽ മതി. അപ്പൊ ലൈനിലേക്ക് പോവാണ്. അപ്പൊ ലൈൻ L എത്രാമത്തെ ലെറ്റർ ആയിരുന്നു? 12. ഓക്കെ. I എന്ന് പറയുന്നത് 9ാമത്തെ ലെറ്റർ, O 15ാമത്തെ ലെറ്റർ, N 14ാമത്തെ ലെറ്റർ. കൂട്ടി എഴുതിയപ്പോ നമുക്ക് കിട്ടി 12ഉം 9ഉം 21, 21ഉം 15ഉം 36, 36ഉം 14ഉം 50. 50ലേക്ക് എത്തിയോ? കിട്ടി. ആൻസർ ആയിട്ടുണ്ട്. അടുത്തൊരു ചോദ്യം, PQയേക്കാൾ 4 മടങ്ങ് കൂടുതലാണെങ്കിൽ QPയേക്കാൾ എത്ര ശതമാനം ചെറുതാണ്? ഈ ചോദ്യം ചെറിയ ചെറിയ മിസ്റ്റേക്കുകളോടുകൂടി കേരള PSC ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ വർഷം തന്നെ ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ ഇത് നമ്മൾ ആ മിസ്റ്റേക്ക് അങ്ങ് തിരുത്തിയിട്ട് എടുത്തിരിക്കുകയാണ്. ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ എന്ത് ചെയ്യും? ഓക്കെ, P Qവിനേക്കാൾ 4 മടങ്ങ് കൂടുതലാണ്. അപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ടതെന്നറിയോ? Q എന്ന് പറയുന്നതാണ് ചെറിയ നമ്പർ, ഇതിനെ 100 എടുക്കാം. ഓക്കെ. ഇനി P എന്ന് പറയുന്നത് Qവിനേക്കാൾ 4 മടങ്ങ് കൂടുതൽ എന്നാണ്. അപ്പൊ എന്താ? 500. ഇങ്ങനെ എടുക്കാമല്ലോ. Qവിനെ 100 എന്ന് എടുക്കുകയാണെങ്കിൽ അതിന്റെ 4 മടങ്ങ് കൂടുമ്പോൾ 500 ആവൂലേ? എന്നാ ചോദ്യം ഇങ്ങനെയാണ്, QPയേക്കാൾ എത്ര ശതമാനം ചെറുതാണെന്നാണ്, അല്ലെ? അപ്പൊ QPയേക്കാൾ എത്ര ചെറുതാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം 400 തന്നെയാണ് ചെറുത്. പക്ഷെ ആലോചിക്കുക, എവിടെ നിന്ന്? ആ മുകളിൽ നിന്ന്, അല്ലെ? Pയേക്കാൾ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? Pയുടെ വാല്യൂ ആയ 500 ഇവിടെ എഴുതിക്കോ, ഇൻറ്റു 100. ഇത്രേ ഉള്ള കാര്യം. ഓക്കെ. അപ്പൊ സിമ്പിൾ ആയിട്ട് ഇതങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പൊ 400/5 എന്ന് കൊടുക്കാം. 400/5 എന്ന് വെച്ചാൽ ആരാ? 80 ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം 80% ചെറുതാണ്. ക്ലിയർ ആണോ? അപ്പൊ Q എന്ന് പറയുന്നത് ആരാണ്? 100 നമ്മൾ പരിഗണിച്ചാൽ P ഉറപ്പായിട്ടും അതിന്റെ എത്ര മടങ്ങ് കൂടുതലാ? 4 മടങ്ങ് കൂടുതൽ. അപ്പൊ 500-ലെത്തി. അപ്പൊ ഇനി ആലോചിക്കുക, ഇത് കുറവാണ് ആരേക്കാൾ,
അല്ലെ? P-യേക്കാൾ എത്ര കുറവാ? 400 കുറവാണ്. ശരിയല്ലേ? അപ്പൊ അവിടെ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് എടുക്കാം. അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പൊ ഈ ഒരു ചോദ്യം നമ്മൾ എന്ത് ചെയ്യാം? 4 മടങ്ങ് വെച്ച് തന്നെ ചെയ്യാം. 4 മടങ്ങ് ഇവിടുന്ന് അങ്ങോട്ട് കൂടുതലാണ്. 1, 4 എന്നുള്ള രീതിയിൽ എടുത്താൽ മതി. 1, 4 കേട്ടാ. 1നോട് 4 കൂട്ടിയാൽ എവിടെ എത്തിയിട്ടുണ്ട്? 5-ലെത്തി. ഇങ്ങനെ എഴുതിയാൽ മതി. പിന്നെ എത്ര കുറവ് എന്ന് ചോദിച്ചാൽ 4-ൽ നിന്ന് തുടങ്ങുക. അല്ലെ? 4 കുറവ്. എവിടെ നിന്ന്? 5-ൽ നിന്ന്. 5 താഴെ എഴുതുക. × 100. തെറ്റിപ്പോലടാ മക്കളെ. ഓക്കെ. അപ്പൊ ഇവിടെ എന്ത് ചെയ്യാ? ഈ 4ഉം 100ഉം കൂടെ 400. 400നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 400ൽ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 80 എന്ന് കിട്ടൂലേ? ഇത്രേ ഉള്ളൂ സംഭവം. സെറ്റായോ? ക്ലിയർ അല്ലേ? ഓക്കെ. അടുത്തൊരു ചോദ്യം. എ ബി എന്നിവ 4:5 എന്ന അനുപാതത്തിലും ബി സി എന്നിവ 20:30 എന്ന അനുപാതത്തിലുമാണെങ്കിൽ എ സി എന്നിവ ഏത് അനുപാതത്തിലായിരിക്കും? അടിപൊളി ചോദ്യമാണേ. A:B 4:5. ഓക്കെ. B:C എത്രയാണ്? 20:30. അങ്ങനെയാണെങ്കിൽ A:C എത്ര എന്നാണ് ചോദ്യം. ബി ടൈപ്പ് ചോദ്യം എങ്ങനെ ചെയ്യും? നോക്കിക്കോ. A:B നമുക്ക് തന്നിട്ടുണ്ട്. A:B ആരാ? 4:5 ആണേ. പിന്നെ ഉള്ളത് B:C ആണ്. B:C ആരാ? എന്താ നോക്കിക്കേ. B:C 20:30 എന്നാണ്. അപ്പൊ 20:30 എന്ന് പറയുമ്പോഴേ നിങ്ങൾ തന്നെ ആലോചിക്കുക. അംശബന്ധം എഴുതുമ്പോൾ പരമാവധി ചെറുതാക്കി എഴുതണമെന്ന് നമ്മൾ പഠിച്ചിട്ടില്ലേ? അതുകൊണ്ട് തന്നെ ഈ B:Cയെ 2:3 എന്ന് നമുക്ക് എഴുതാം. സിമ്പിളാണ്. ഇനി ചോദ്യം A:C എത്ര എന്നാണ്. അപ്പൊ A:C കണ്ടുപിടിക്കാൻ സിമ്പിൾ പരിപാടിയാണ്. ആദ്യത്തെ എടുക്കുക 4, 5. പിന്നെ അടുത്തത് എടുക്കുക 2, 3. ഇത് താഴെ താഴെ അങ്ങ് എഴുതി ഗുണിച്ചാൽ മതി. അപ്പൊ 4ഉം 2ഉം കൂടെ ഗുണിച്ചാൽ 8, 5ഉം 3ഉം കൂടെ ഗുണിച്ചാൽ 15. അപ്പൊ ആൻസർ 8:15 എന്നല്ലേ? ഇത്രേ ഉള്ളേ. തെറ്റിപ്പോവല്ലേ? സിമ്പിൾ പരിപാടിയാണ്. ഓക്കെ. അപ്പൊ ഇതിനകത്ത് എയും ബിയും തമ്മിലുള്ള അംശബന്ധവും ബിയും സിയും തമ്മിലുള്ള അംശബന്ധവും തന്നിട്ട് എയും സിയും തമ്മിലുള്ള അംശബന്ധം ചോദിച്ചാൽ ഒന്നും പേടിക്കാനില്ല. ആദ്യത്തെ അംശബന്ധം എടുത്തെഴുതുക 4:5. അടുത്ത അംശബന്ധം 20:30 ആണ്. അതിനെങ്ങനെ എഴുതുക? 2:3 എന്ന് എടുത്തെഴുതുക. ഇവരെ ഗുണിക്കുക. 4ഉം 2ഉം 8, 5ഉം 3ഉം 15. തീർന്നു പരിപാടി. അപ്പൊ 8:15 നമ്മൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ഓക്കെ. അടുത്തൊരു ചോദ്യം കണ്ടോ. രാമു 36 സെക്കൻഡിൽ 400 മീറ്റർ ഓടുന്നു. അവന്റെ വേഗത മണിക്കൂറിൽ എത്ര കിലോമീറ്റർ ആണ്? എന്നാ വെച്ചാ തന്നിരിക്കുന്ന ആൾക്കാർ ആരൊക്കെയാ? മീറ്ററും സെക്കൻഡും. നമുക്ക് കിട്ടേണ്ട റിസൾട്ട് ഏതിലാ? km/h അല്ലെ? മണിക്കൂറിൽ എത്ര കിലോമീറ്റർ എന്നല്ലേ? അപ്പൊ ഇത് നിങ്ങൾ ആലോചിക്കുക. വേഗത കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? സ്പീഡ് കണ്ടുപിടിക്കാൻ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം. ഇങ്ങനെയല്ലേ നമ്മൾ ചെയ്യാ? ആണ്. അപ്പൊ ഡിസ്റ്റൻസ്, ഇവിടുത്തെ ഡിസ്റ്റൻസ് എത്രയാ? 400 ആണ്. അപ്പൊ 400. ഇവിടുത്തെ സമയം എത്രയാണ്? 36. ഓക്കെ അല്ലേ? ഇതെങ്ങനെ അങ്ങ് എഴുതാം. ഓക്കെ ആണ്. അപ്പൊ സ്പീഡ് കണ്ടുപിടിക്കാൻ നമ്മൾ ദൂരത്തെ സമയം കൊണ്ട് ഡിവൈഡ് ചെയ്തു. പക്ഷെ നമുക്ക് കിട്ടുന്ന സാധനം m/s നമുക്ക് പോകേണ്ടത് km/h. അപ്പൊ അതെങ്ങനെയാ ചെയ്യേണ്ടത്? ഇതിനെ കൺവേർട്ട് ചെയ്യാൻ നമുക്കൊരു നമ്പർ അറിയാം. m/s km/h മാറ്റാൻ നമ്മൾ ഏത് നമ്പർ കൊണ്ട് ഇൻഡു ചെയ്യണം? 18/5. തിരിച്ചാണെങ്കിൽ 5/18. ഓർമ്മയില്ലേ? അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാ? ഈ 18/5 ഇവിടെ ഡയറക്റ്റ് ആയിട്ട് തന്നെ കൊടുക്കാം. ഓക്കെ. അപ്പൊ ഇവിടെ എന്ത് ചെയ്യാം? 36ഉം 18ഉം കൂടെ ക്യാൻസൽ ചെയ്യാ. 2. 2 × 5 എത്രയാ? 2ഉം 5ഉം കൂടെ 10 അല്ലേടാ മക്കളെ? ഈ 10ഉം ഇവിടുത്തെ 10ഉം കൂടെ ക്യാൻസൽ ചെയ്യാം. ബാക്കി ആര് വരുന്നുണ്ട്? 40 വരുന്നില്ലേ? ഈ 40 എന്ന് പറയുന്നതാണ് ഇവിടുത്തെ വേഗത. 40 km/h കിട്ടിയിട്ടുണ്ടോ? 40 km/h കിട്ടിയിട്ടുണ്ടോ? ഇത്രേ ഉള്ളൂ കേട്ടോ. ചെയ്തോണേ. ഈ ചോദ്യം ഒന്ന് ശ്രദ്ധയോടുകൂടി ചെയ്യാം. നമ്മൾ ഇതിനെ മൊത്തത്തിൽ സിംപ്ലിഫൈ ചെയ്തിട്ട് കൺവേർട്ട് ചെയ്യാൻ നിൽക്കരുത്. ഇതിനെ ഇതുപോലെ തന്നെ ഇടാം. എന്താണ്? 400 മീറ്റർ എത്ര സമയം? 36 സെക്കൻഡ്. ഇങ്ങനെ എഴുതാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. നമുക്ക് പോകേണ്ടത് ഏതിലാണ്? km/h ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? അവിടെ തന്നെ ഇട്ട് ചെയ്യാണ്. 18/5. 36നെയും 18നെയും ക്യാൻസൽ ചെയ്തപ്പോ 2 കിട്ടി.
2 × 5 10 ഈ 10 മുകളിൽ ക്യാൻസൽ ചെയ്തു, മിച്ചം വന്നത് 40. ഇങ്ങനെ ചെയ്യുന്നതല്ലേ ലാഭം? കേട്ടോ? അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചോണേ, സമയം നമുക്ക് ലാഭിക്കണം. അടുത്തൊരു ചോദ്യം നോക്കൂ, ലഘൂകരിക്കാനാണ്. 8⁻2/3 × 27⁻2/3. പ്രത്യേകം ശ്രദ്ധിക്കണേ, എന്താ പരിപാടി എന്ന് പറഞ്ഞുതരാമേ. 8⁻2/3 ഇത് കണ്ട് പേടിച്ചു പോരുത്, സിമ്പിൾ പരിപാടിയാണ്. ഇത് ഇത്രയേ ഉള്ളൂ, 8⁻1/3² എന്നാണ്. എന്നുവെച്ചാ 8ന്റെ ക്യൂബ് റൂട്ട് 2 അല്ലേ ആണ്. എന്നിട്ട് ഈ 2ന്റെ സ്ക്വയർ എടുക്കുക, 2ന്റെ സ്ക്വയർ 4 അല്ലേ, തീർന്നു. ഓക്കെ, അടുത്ത് വരുന്ന 27⁻2/3 എന്നല്ലേ. 27 നമുക്ക് എങ്ങനെ എഴുതാം? 27 അതുപോലെ തന്നെ നടന്നോട്ടെ. ഇതിന്റെ പവറിൽ ആര് വന്നു? 1/3². 27 ഒരു ക്യൂബ് നമ്പർ അല്ലേ? ആണ്. 27ന്റെ ക്യൂബ് റൂട്ട് ആരാ? 3 ആണ് അല്ലെ. 3ന്റെ സ്ക്വയർ ആരാ? 3ന്റെ സ്ക്വയർ 9. ഇവർ തമ്മിൽ ഗുണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പൊ 4ഉം 9ഉം ഗുണിക്കുക. 4 9 36 കിട്ടിയില്ലേ? ഇത്ര ഉള്ളടാ, വേറെ ഒന്നും ഇവിടെ ചെയ്യാനില്ല, സിമ്പിൾ ചോദ്യം. അപ്പം 8⁻2/3 27⁻2/3 ആണ് വന്നിരിക്കുന്നത്. ഇത് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാം. എങ്ങനെയാന്ന് വെച്ചാൽ 8 എന്ന് പറയുന്ന നമ്പർ ഉണ്ടേ. 8 എന്ന് വെച്ചാൽ ആരാ? ശരിക്കും 2ന്റെ ക്യൂബാണ് ആണല്ലോ. ഇതിന്റെ പവറിൽ എന്ത് കൊടുക്കുക? 2/3 എന്ന് കൊടുക്കുക. ഓക്കെ, അടുത്ത 27 എന്ന് വെച്ചാൽ ആരാണ്? 3ന്റെ ക്യൂബാണ്. ഇതിന്റെ പവറിൽ ആര് വന്നിട്ടുണ്ട്? 2/3 എന്ന് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു 3യും ഈ ഒരു 3യും ക്യാൻസൽ ചെയ്യാം, ഇവിടുത്തെ 3യും ഇവിടുത്തെ 3യും ക്യാൻസൽ ചെയ്യാം. അപ്പൊ ഇവിടെ കിട്ടുന്ന 2ന്റെ സ്ക്വയർ ആണ് 4, ഇവിടെ കിട്ടുന്ന 3ന്റെ സ്ക്വയർ ആണ് 9. അപ്പൊ 4ഉം 9ഉം കൂടെ ഗുണിക്കുക, 4 × 9 36. ഇത്രയേ ഉള്ളു കാര്യം. സെറ്റായ? അടുത്തൊരു ചോദ്യം എന്തുണ്ടോ? തന്നിരിക്കുന്ന അനുപാതത്തിൽ നിന്ന് ചോദ്യചിഹ്നത്തിന് പകരം വരുന്ന സംഖ്യ. ഈ അനുപാതം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ പെട്ടെന്ന് അംശബന്ധ അനുപാതത്തിലേക്ക്, റേഷ്യോ ആൻഡ് പ്രപ്പോർഷനിലേക്ക് പോകരുത്. ചോദ്യത്തിന്റെ സ്വഭാവം കൃത്യമായി വിലയിരുത്തുക. ഓക്കെ, അനുപാതം എന്നുള്ള രീതിയിലല്ല. ഇപ്പൊ 289ഉം 20ഉം തമ്മിൽ ഒരിക്കലും അനുപാതത്തിൽ വരില്ല എന്ന് നമുക്കറിയാം അല്ലെ. അതുപോലെ 625ന് ഇവിടെ ഏതോ ഒരു നമ്പറിനോട് ബന്ധമുണ്ട്, അതേത് എന്നാണ് ചോദ്യം. അപ്പൊ അനുപാതം എന്ന് പറയുന്ന വേർഡ് കണ്ടിട്ട് ഇത് തെറ്റിദ്ധരിക്കണ്ട. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലത്തെ ചോദ്യമാണ്. ഇതെന്താണ്? സമാന ബന്ധമാണ് കേട്ടോ. ഒരുപോലെയുള്ള ബന്ധം നിലനിർത്തുക, അല്ലെങ്കിൽ അനലോഗി എന്ന് നമ്മൾ പറഞ്ഞില്ലേ, അതാണ് സംഗതി. ഓക്കെ, അവിടെ 289ഉം 20ഉം നോക്കിക്കോ, എങ്ങനെ ചെയ്യുന്നത് നോക്കിക്കോണേ. 289 എന്ന് പറയുന്ന നമ്പറിന്റെ റൂട്ട്, സ്ക്വയർ റൂട്ട് അറിയാലോ, എത്രയാ? അത് 17 എന്ന് നമുക്ക് എടുക്കാൻ പറ്റുമോ? പറ്റും. 17നെ 20 ആക്കിയിരിക്കുന്നു. അപ്പൊ 17നോട് എന്ത് ചെയ്തു? ഒരു 3 കൂട്ടി 20 ആക്കി ആണ്. ഉറപ്പിക്കാം. അങ്ങനെയാണെങ്കിൽ 625 എന്ന് പറയുന്ന നമ്പറിനെ നമുക്ക് ഇതുപോലെ തന്നെ സ്ക്വയർ റൂട്ട് എടുത്തൂടെ? 625ന്റെ സ്ക്വയർ റൂട്ട് 25 ആണ്. 25നോട് ഒരു 3 കൂട്ടിക്കോ, കിട്ടുന്ന ഉത്തരം 28. ഓപ്ഷനിലുണ്ടോ? ഉണ്ട്. ഇത്രയേ ഉള്ളൂ കാര്യം. മനസ്സിലായോ? അപ്പൊ തന്നിരിക്കുന്ന സംഖ്യയുടെ സ്ക്വയർ റൂട്ട് എടുക്കുക അല്ലെ. ഇപ്പൊ 289ന്റെ സ്ക്വയർ റൂട്ട് 17 ആണ്. 17നോട് 3 കൂട്ടി. അടുത്തത് 625ന്റെ സ്ക്വയർ റൂട്ട് 25 ആണ്. 25നോട് 3 കൂട്ടി. 25നോട് 3 കൂട്ടിയാൽ എത്ര കിട്ടും? 28 എന്ന് കിട്ടും. 28 കിട്ടിയില്ലേ? ഇത്രയേ ഉള്ളു കാര്യം. ഓക്കെ ആണേ. ശരി, അടുത്തൊരു ചോദ്യം. ഇന്ന് തിങ്കളാഴ്ചയാണെങ്കിൽ ഇന്നേക്ക് 65ാം ദിവസം. ഇപ്പൊ ഏറ്റവും റീസെന്റ് ആയിട്ട് നടന്ന ഒരു പരീക്ഷയിലെ ചോദ്യമാണ്. അപ്പൊ ആ ഒരു പരീക്ഷയില് PSC തന്ന ഓപ്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. അതെന്താന്ന് പറയാം. ഇന്ന് തിങ്കളാഴ്ചയാണെങ്കിൽ ഇന്നേക്ക് 65ാം ദിവസം. 65ാം ദിവസം നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണെ, ഇന്ന് തിങ്കളാഴ്ചയാണ്. ഓക്കെ, ഇന്നേക്ക് 3ാം ദിവസം ഏതാണ്? ഇന്നേക്ക് 3ാം ദിവസം എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ എടുക്കും? ഇന്ന് 1ാം ദിവസം. ഇന്നേക്ക് എന്ന് പറയുന്ന വേർഡിന്റെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് നമ്മൾ പറയുന്നത്. ഇന്നേക്ക് എന്ന് പറയുന്ന വേർഡിന് എങ്ങനെയാണ് ആ ഒരു പ്രാധാന്യം വന്നത്? ഇന്നേക്ക് 3ാം ദിവസം. അപ്പൊ ഇന്ന് തിങ്കൾ, അപ്പൊ 1 ആയി. 2ാം ദിവസം ചൊവ്വ, 3ാം ദിവസം ബുധൻ. ഇതാണ് ഇന്നേക്ക്. ഓക്കെ, ഇനി നിങ്ങളോട് ചോദിക്കുകയാണ്, ഇന്ന് തിങ്കളാഴ്ച, 3 ദിവസം കഴിഞ്ഞാൽ ഏത് ദിവസം? അങ്ങനെ ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? 3 ദിവസം കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ എന്ത് ചെയ്യണം?
ആ മൂന്നാമത്തെ ദിവസം എടുക്കണം. പക്ഷെ ഈ മൂന്നാമത്തെ ദിവസം എന്ന് പറയുന്നത് ഇന്ന് കഴിഞ്ഞിട്ട് വേണം എടുക്കാൻ. അപ്പൊ ആരെ കൂട്ടണ്ട? ഇന്നത്തെ ദിവസം കൂട്ടണ്ട. മനസ്സിലായോ? അപ്പൊ ഇന്ന് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ദിവസം എടുത്താൽ മതി. അപ്പൊ 3 ദിവസം കഴിയുമ്പോൾ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? ഈ 3 ദിവസത്തെ കൂടി എന്ത് ചെയ്യുക? അതിലേക്ക് ആഡ് ചെയ്തെടുക്കുക, 3 കൂട്ടിയെടുക്കുക. എന്നാൽ ഇന്നേക്ക് 3-ാം ദിവസം എന്ന് വെച്ചാൽ 3 കൂട്ടാൻ പാടില്ല, അതിൽ 2 കൂട്ടിയെടുക്കുക. ആ ഒരു കൺസെപ്റ്റ് മറന്നു പോകരുത്. അപ്പൊ ഇന്നേക്ക് 65-ാം ദിവസം എന്ന് വെച്ചാൽ ഇന്നത്തെ ദിവസം കൂടി ചേർത്തിട്ടാണ് പറയുന്നത്. അപ്പൊ നമ്മള് എത്ര ദിവസം കഴിയുമ്പോൾ എടുത്താൽ മതി? 64 ദിവസം കഴിയുമ്പോൾ, അല്ലെ? 64 ദിവസം കഴിയുമ്പോൾ ഉള്ള ദിവസമാണ് കണ്ടെത്തേണ്ടത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ഒരു തിങ്കളാഴ്ചയിലാണ്, അല്ലെ? ഈ തിങ്കളിനോട് നമ്മൾ ഒരു 64 കൂടെ കൂട്ടി എഴുതണം, ശരിയല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാ? 64-നെ നമ്മൾ ആഴ്ചകളായി തിരിക്കാറില്ലടാ കലണ്ടർ പഠിക്കുമ്പോ, അല്ലെ? അപ്പൊ 7 കൊണ്ട് ഹരിക്കുന്നു. അപ്പൊ എത്ര 7 ഉണ്ട്? 9 7 63. ബാക്കി എത്ര വന്നടാ മക്കളെ? 1. അപ്പൊ ശരിക്കു പറഞ്ഞാൽ നമ്മൾ അടുത്ത ദിവസം കണ്ടുപിടിക്കാൻ ഈ തിങ്കളിനോട് 1 കൂട്ടി എഴുതിയാ പോരെ? അങ്ങനെ നമുക്ക് എവിടെ എത്തിച്ചേരാം? ചൊവ്വയിലേക്ക് എത്തിച്ചേരാം. ഇപ്പോഴും PSC പബ്ലിഷ് ചെയ്ത ആൻസർ കീയില് ഇത് ബുധൻ എന്നുള്ള തരത്തിൽ കിടപ്പുണ്ട്. പക്ഷെ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക, ചോദ്യത്തിന്റെ ശൈലി എന്താണ്? 65-ാം ദിവസം എന്നാണ്. 65-ാം ദിവസം എന്ന് പറയുമ്പോൾ 65 ഫുള്ളായിട്ട് എടുക്കാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക? 1 മാത്രം കൂട്ടിയാൽ മതി, 64 കൂട്ടിയാൽ മതി. ഈ കൂട്ടത്തിൽ ഇതും കൂടെ ഒന്ന് പറയണമെന്ന് തോന്നിയോണ്ട് ഞാൻ എടുത്തതാണ് കേട്ടോ. അപ്പൊ 65-ാം ദിവസം എന്ന് പറഞ്ഞാൽ 65 എടുക്കരുത്, 1 കുറച്ചിട്ട് 64 എടുക്കാവും. 64-നെ നമ്മൾ ആഴ്ചകളായി തിരിച്ചാൽ എത്ര ദിവസം? ഒരു ദിവസം, അല്ലെ? അപ്പൊ നമ്മള് തിങ്കളാഴ്ചയോട് എന്ത് മാത്രം കൂട്ടി എഴുതിയാൽ മതി? ഈ ഒരു ദിവസം മാത്രം കൂട്ടി എഴുതിയാൽ മതി. അപ്പൊ നമുക്ക് കിട്ടുന്നത് ചൊവ്വ എന്നാണ്. കിട്ടിയില്ലേ? ഇങ്ങനെ നമ്മൾ എവിടേക്ക് എത്തിയിട്ടുണ്ട്? ചൊവ്വയിലേക്ക് എത്തിയിട്ടുണ്ട്. ക്ലിയർ ആണ്. അടുത്തൊരു ചോദ്യം, വാച്ചിലെ മണിക്കൂർ സൂചി 7 മണി മുതൽ 10 മണി വരെ കറങ്ങുമ്പോൾ ഉണ്ടാകുന്ന കോൺ എത്ര ഡിഗ്രി ആയിരിക്കും? അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു വാച്ച് നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ 12, താഴെ 6, സൈഡിൽ ഒരു 3, ഈ സൈഡിൽ ഒരു 9, ഇങ്ങനെ വരാറില്ലേ? അപ്പൊ ഇവിടെ ഒരു 1, ഇവിടെ ഒരു 2, ഇവിടെ ഒരു 4, ഇവിടെ ഒരു 5, ഇവിടെ ഒരു 7, ഇവിടെ ഒരു 8, ഇവിടെ ഒരു 10, ഇവിടെ ഒരു 11, അല്ലെ? അപ്പൊ ഒരു വാച്ച് എടുക്കുമ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു വൃത്തം പോലെ എടുക്കുന്നത്. അപ്പൊ ഈ ഒരു വൃത്തത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഓരോ നമ്പറിനും, അല്ലെ, ഓരോ നമ്പറിനെയും നമ്മൾ പരിഗണിക്കണം. അപ്പൊ ഈ ഒരു ഫുൾ സർക്കിളായി നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ ഇത് എത്ര ഡിഗ്രിയാ? 360 ആണ്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ. ഈ 360-നെ നമ്മൾ 12 പീസായി മുറിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിൽ ഓരോ നമ്പേഴ്സിനും ഇടയിലുള്ള കോണളവ് എന്ന് പറയുന്നത് 30 ഡിഗ്രി ആണെന്ന് അറിയാമല്ലോ, അല്ലെ? ഈ രീതിയിൽ 7 മണി മുതൽ 10 മണി വരെ എടുക്കുമ്പോൾ, അപ്പൊ മണിക്കൂർ സൂചി 7-ന് നേരെ നിൽക്കുന്നു, എന്നിട്ട് നേരെ 10-ന് നേരെ പോകുന്നു, അല്ലെ? ഇത് നേരെ പോകുന്നതല്ല, എത്ര സമയം കൊണ്ടാ? 3 മണിക്കൂർ കൊണ്ടാ. അപ്പൊ ആദ്യം 8-ലെത്തി, പിന്നെ 9-ലെത്തി, പിന്നെ 10-ലെത്തി, ഇങ്ങനെയല്ലേ പോയിരിക്കുന്നേ? അപ്പൊ ഇങ്ങനെ ആര് സഞ്ചരിക്കുമ്പോ? മണിക്കൂർ സൂചി സഞ്ചരിക്കുമ്പോ, ശ്രദ്ധിക്കുക, ഇങ്ങനെ മണിക്കൂർ സൂചി സഞ്ചരിക്കുമ്പോ എന്ത് ചെയ്യണം? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഓരോ പോയിന്റ് കടന്ന് മണിക്കൂർ സൂചി പോകുമ്പോഴും എന്ത് ചെയ്യണോടാ? നമുക്ക് ഇതുപോലെ കോണളവിൽ വ്യത്യാസം വരണം, അല്ലേ? അപ്പൊ എങ്ങനെ കോണളവ് വ്യത്യാസം വരും? 1 മണിക്കൂറിന് നമ്മൾ എന്താണ്? 1:30 എന്ന തരത്തിലാണ്. അപ്പൊ നമുക്ക് 7 മണി മുതൽ 10 മണി വരെ പോകുമ്പോൾ എത്ര മണിക്കൂർ ഉണ്ടെന്ന് നോക്കുക. 3 മണിക്കൂർ ഉണ്ട്. ഓരോ മണിക്കൂറിനും 30 ഡിഗ്രി വീതം എടുക്കാമല്ലോ. 30 × 3 90 ഡിഗ്രി. കണ്ട, ഇത്രയുള്ള പരിപാടി. 1 മണിക്കൂറിന് 30 ഡിഗ്രി വെച്ചെടുക്കുക. അങ്ങനെ മൊത്തത്തിൽ നമുക്ക് 3 മണിക്കൂറായപ്പോ എത്ര ആയിട്ടുണ്ട്? 90 ആയിട്ടുണ്ട്. അടുത്തത് നമുക്ക് ബോർഡ് മാസ് റൂൾ വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. എന്താ ചോദ്യം എന്ന് കണ്ടോ? 36 ഉണ്ട് പ്ലസ് 9 × 2/3 മൈനസ് 5-ന്റെ സ്ക്വയർ. അപ്പൊ നമുക്ക് ഇത് എങ്ങനെ ചെയ്യാം? ബോർഡ് മാസ് റൂൾ അനുസരിച്ച് എന്ത് ചെയ്യണം? ഇതിനകത്തൊരു പവർ കിടപ്പുണ്ട്, ഇത് ആദ്യം ചെയ്യണം, അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ അത് നമുക്ക് ഇങ്ങനെ എഴുതാം, 36 പ്ലസ് 9 × 2/3 മൈനസ് 25 ആണ്. ഇത് നോക്കുമ്പോഴേ ഇവിടെ ഗുണനം വന്നിട്ടുണ്ട്, ഒപ്പം ഹരണം.
ഇവരെ തമ്മിൽ ഗുണിച്ചിട്ട് 3 കൊണ്ട് ഹരിക്കാം, അല്ലെങ്കിൽ ഈ 9നെ നേരിട്ട് 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം അല്ലെ. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 3 കിട്ടിയിട്ടുണ്ട്. അപ്പൊ 36 പ്ലസ് 3 × 2 6 മൈനസ് 25 എന്നല്ലേ അല്ലെ. അപ്പൊ 36നോട് 6 കൂട്ടിക്കോ, 42. 42 നിന്ന് 25 പോകുന്നു. 42ൽ നിന്ന് 25 പോയാൽ 17 കിട്ടോ? കിട്ടും. ആ 17 നമ്മുടെ ഓപ്ഷനിലുണ്ടോ? ഉണ്ട്. ഇത്രേ ഉള്ളൂ കാര്യം. ഇപ്പൊ ബോഡ്മാസ് റൂളിന്റെ അത്ര ഹൈ പവർ ചോദ്യമൊന്നുമല്ല, ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ. അത്യാവശ്യം റൂള് കൃത്യമായി ഫോളോ ചെയ്താൽ ഈസി ആയിട്ട് ചോദ്യം കാണുമ്പോൾ തന്നെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. ഇത് 25 ആണെന്ന് നമുക്കറിയാം. ഇവിടുത്തെ 9ഉം 3ഉം കൂടെ ക്യാൻസൽ ചെയ്താൽ ഇവിടെ ഒരു 3 വരും. 3 × 2 6ആണ്. 36നോട് 6 കൂട്ടിയാൽ 42. 42ൽ നിന്ന് 25 പോയാൽ ബാക്കി വരുന്നത് 17. അത് ഓപ്ഷനിലുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷനിൽ പരിചയപ്പെടുന്നത്. 15 ഡിഫറൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. അതിനകത്ത് മാത്സ് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, മെന്റൽ എബിലിറ്റി ചോദ്യങ്ങളും. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ സെറ്റ് ചെയ്യുന്ന പോലെ ഞാൻ ചോദ്യങ്ങൾ എടുത്തിട്ടുണ്ട്. പക്ഷെ ചോദ്യങ്ങളെല്ലാം തന്നെ ഭയങ്കര സിമ്പിളായിട്ട് ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ചെയ്യാവുന്നവയാണ്. അതിനകത്ത് പരമാവധി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഏറ്റവും ലഘുവായ മെത്തേഡ്സ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് അധികം ഇക്വേഷൻ ഒന്നും നമ്മൾ വലിച്ചു കയറ്റാൻ നിന്നിട്ടില്ല. എന്നാൽ ചില സ്ഥലത്ത് ഐഡന്റിറ്റീസും ഇക്വേഷൻസും ഒക്കെ ഉപയോഗിച്ചാലേ സോൾവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അല്ലെ. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അത് കൃത്യമായി നമ്മൾ പ്രയോജനപ്പെടുത്തി എന്നുള്ളൂ, വേറെ കാര്യങ്ങളൊന്നുമില്ല. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഇനി വരുമ്പോൾ നമ്മൾ അന്ന് അത് കണ്ടതാണല്ലോ എന്ന് ഓർക്കാൻ നമുക്ക് പറ്റണം. പിന്നെ കണക്ക് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ കണക്ക് ക്ലാസ്സുകൾ കാണുമ്പോൾ മറ്റ് ക്ലാസ്സുകൾ കാണുന്ന പോലെ ജസ്റ്റ് വീഡിയോ കേട്ടങ്ങ് വിടുന്ന ഒരു പരിപാടി അവസാനിപ്പിക്കുക. പരമാവധി ഒരു ബുക്കും അല്ലെങ്കിൽ ഒരു ഷീറ്റ് പേപ്പറും ഒരു പേനയായിട്ട് തന്നെ കണക്ക് ക്ലാസ്സുകൾ കാണാനായിട്ടിരിക്കുക. അത് പിന്നീട് പല പരീക്ഷകളിലും വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ അത്തരം ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം എഴുതാനും നമുക്ക് സാധിക്കും. ഓക്കെ, അപ്പൊ മറ്റൊരു സെഷനിൽ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.